ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ആദർശ് ആകെ ടെൻഷനിലാണ്. നയനയോട് അവാർഡ് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നയന അത് അനുസരിക്കാതെ പോകത്തില്ല എന്ന് കടുംപിടുത്തത്തിൽ നിൽക്കുന്ന കാര്യം കൊണ്ട്. അപ്പോൾ ജയൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് ആദർശ്, അച്ഛ അവൾ ഈ അവാർഡ് മേടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞെന്നൊക്കെ. അച്ഛനൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. നീ പറഞ്ഞിട്ട് അനുസരിക്കാത്ത മോളിനി ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ മോനെ എന്നൊക്കെ ജയൻ ചോദിക്കും. എന്നാലും അച്ഛനൊന്ന് സംസാരിക്കുക. ഗ്രേസി ആൻറ്റിയും ആൻമരിയൊക്കെ എന്നെ പല പ്രാവശ്യം വിളിച്ചു. ഞാനാകെ ടെൻഷനിലാണ്. ഇത് എങ്ങനെയും ഇവളെ പങ്കെടുപ്പിച്ചേ പറ്റൂ എന്നൊക്കെ പറയും. മോൾ അങ്ങനെ ഒന്നിനും വാശി പിടിക്കുന്ന ആളല്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും അതിന് പിന്നെ കാരണം കാണുമെന്നും ജയൻ പറയും. എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ജയൻ നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. നയനയ്ക്ക് ജയനെ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകും ഇത് സംസാരിക്കാനായിട്ടായിരിക്കും വന്നിരിക്കുന്നതെന്ന്. അപ്പം നയന പറയും, അച്ഛൻ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്തിനാണ് വന്നതെന്ന്. എന്തായാലും ഞാൻ ഈ അവാർഡ് സ്വീകരിക്കത്തില്ല എന്ന് പറയും. അതെന്താ മോളെ ആ അവാർഡ് സ്വീകരിച്ചാലെന്ന് ചോദിക്കും. അത് ഗ്രേസി ആൻറ്റിയും അവരുടെ മകളും ഒക്കെ അല്ലേ ഈ അവാർഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊന്നും മേടിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാകില്ല എന്ന് എനിക്കറിയാമെന്ന്. അവളോട് പറഞ്ഞതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അത് അച്ഛാ, അവർ ഈ അവാർഡ് പ്രഖ്യാപിച്ച ഉടനെ എന്നോടാണ് വിളിച്ച് പറഞ്ഞത്. ആദ്യമേ ഇത് അമ്മയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അമ്മ ഈ അവാർഡ് തരാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് പോയി മേടിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയും. എന്തായാലും ദേവയാനി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് മോള് പോയി ഇത് മേടിക്കണമെന്ന് പറയും. വേണ്ട അച്ഛാ, എനിക്ക് ഈ അവാർഡ് മേടിക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ അവാർഡ് നമ്മുടെ ഡിസൈനറായ പവിത്രയ്ക്ക് കൊടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. പവിത്രയാണെങ്കിൽ നന്നായിട്ട് ഡിസൈൻ വരയ്ക്കാറുണ്ടല്ലോ എന്ന്. അതൊക്കെ മോൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ജയന്. എന്നിട്ട് പറയും, മോൾ ഇത് വാങ്ങിക്കാൻ പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്ന്. എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള പരുവത്തിൽ നയനയും പറയും. എന്നിട്ട് ജയൻ അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരം നയന ഇരുന്ന് ഓർക്കുന്നുണ്ട്, സോറി അച്ഛാ, അച്ഛൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതിലും അച്ഛനോട് എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിലും എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ അമ്മായിയമ്മയുടെ മനസ്സിലുള്ള സ്നേഹം എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ നിങ്ങളെ എല്ലാവരെയും ഇട്ട് വട്ട് കളിപ്പിക്കുന്നതെന്നും മനസ്സിലോർത്ത് നിൽക്കുകയാണ് നയന ഈ ഫംഗ്ഷന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ആൻമരി ആകെ ടെൻഷനിലാണ്. എന്നിട്ട് ദേവയാനിയെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ദേവയാനി പറയും, മോളെ ആരൊക്കെ പറഞ്ഞിട്ടും അവൾ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയും. അതെന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ, ഞങ്ങൾ പോസ്റ്ററൊക്കെ അടിച്ച് എല്ലാവരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്തു. ആൻറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നയന മാഡത്തിനെ കൊണ്ടുവരണമെന്ന് പറയും. മോളെ ഞാൻ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ അവളൊന്ന് സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കും. അതെന്താ ആൻറ്റി, ചിലപ്പോൾ ഇനി ആൻറ്റിയാണ് ഇതിന് പിന്നിലെന്ന് നയന മാഡം അറിഞ്ഞോ എന്ന് ചോദിക്കും. അതിനൊന്നും വഴിയില്ല, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എങ്ങനെയും അവളെ കൊണ്ടുവരാൻ നോക്കാം എന്ന് പറയും. ആദർശിനോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കും. ആദർശിനോട് പറഞ്ഞിരുന്നു, പക്ഷേ അവനും ഇതുപോലെ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല എന്നാ പറഞ്ഞെന്ന് പറയും. എന്തായാലും നോക്കട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഫോൺ വെക്കും. എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, അച്ഛൻ ഇവിടെ ഇല്ലാത്ത കാരണം ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. നീ ആരെക്കുറിച്ചാണ് പറയുന്ന ദേവയാനി എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാകാനാ, കൂടുതലും ആ നയനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവൾ ആ ആൻമരിയായും ഗ്രേസിയൊക്കെ സംഘടിപ്പിച്ച ആ ഫംഗ്ഷന് പോകാമെന്ന് ആദ്യം പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ട് ഇപ്പോൾ അവൾ പറയുന്ന കേട്ടില്ലേ പോകുന്നില്ലെന്ന്, ആ അവാർഡ് സ്വീകരിക്കില്ലെന്നൊക്കെ അവൾ പറഞ്ഞെന്ന് പറയും. അതിനെന്താ, മോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. മോൾക്ക് അവാർഡ് കിട്ടിയത് നിനക്കിഷ്ടമില്ലായിരുന്നല്ലോ, നീ അവളെ ഒന്ന് അഭിനന്ദിക്കുകയോ വല്ലതും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കും. എന്നെ കിട്ടത്തില്ല എന്ന് ദേവയാനി പറയും. എന്നാൽ പിന്നെ നിൻ്റെ കൂട്ടുകാരിയും മകളൊക്കെ സംഘടിപ്പിക്കുന്ന ആ അവാർഡിന് മോള് പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും. അപ്പം ദേവയാനി ആകെ വെട്ടിലാവുന്നുണ്ട്. എങ്ങനെയും അമ്മയെക്കൊണ്ട് പറയിപ്പിച്ച് നയനയെ വിടാമെന്നുള്ള പരുവത്തിലാണ് വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം നയനയ്ക്ക് സപ്പോർട്ട് അടിച്ചാണ് മുത്തശ്ശി പറയുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി എന്തായാലും ആരൊക്കെ പറഞ്ഞാലും മോള് പോകുന്നില്ലെങ്കിൽ പോകണ്ട, ആ അവാർഡ് മോൾക്ക് വേണ്ടെന്ന് തന്നെ നീ അങ്ങ് നിൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞേക്കാൻ പറയും. എന്നാലും എൻ്റെ കൂട്ടുകാരിയുടെ ഒക്കെ മുഖത്ത് ഞാൻ ഇനി നോക്കണ്ടേ, അവളും മകളൂടെ കൂടി ആ ഫംഗ്ഷൻ എല്ലാത്തിനും ക്ഷണിക്കുകയൊക്കെ ചെയ്തതായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ എഴുന്നേറ്റ് ഇങ്ങനെ പോവുകയാണ് ദേവയാനി. അപ്പോൾ ദേവയാനി അറിഞ്ഞുകൊണ്ടുള്ള കാര്യമാണെന്നുള്ള പരുവത്തിലുള്ള കാര്യമൊക്കെ മുത്തശ്ശി അറിഞ്ഞെന്ന് തോന്നുന്നു. മുത്തശ്ശിക്ക് ദേവയാനി നോക്കുമ്പോഴത്തേന് ചിരി വരുന്നുണ്ട്. മുത്തശ്ശിയും ദേവയാനിയും കൂടെ ഹാളിലേക്ക് നടന്നു വരുമ്പോഴത്തേന് ജലജ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ജലജ ഉടനെ തന്നെ പറയുന്നുണ്ട്, അവൾക്കൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് ജാട എടുക്കേണ്ട ആവശ്യമുണ്ടോ? അവർ ആ അവാർഡ് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയി മേടിക്കാനുള്ളതിന് അവൾ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നു. അല്ലെങ്കിലും
ആരും അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയിട്ട് ഒരു കാര്യവുമില്ല, അവക്കൊക്കെ ഒന്നും ഇത് അർഹതപ്പെട്ടതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നയനി അങ്ങ് അടിച്ച് താത്ത് സംസാരിക്കുകയാണ്. അപ്പോഴത്തേന് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്, അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും, നീ അതിന് അഭിപ്രായം ഒന്നും പറയാൻ പോകണ്ടെന്നൊക്കെ. അപ്പോഴാണ് നയനി ആദർശം അങ്ങോട്ട് കയറി വരുന്നത്. മുത്തശ്ശി ചോദിക്കും, മോളെ എന്താ അവാർഡ് മോള് വേണ്ടെന്ന് വെച്ചെന്ന്. എനിക്കത് വേണ്ട മുത്തശ്ശി, എനിക്ക് അർഹതപ്പെട്ടതൊന്നും അല്ലത്, എനിക്കങ്ങനെ അല്ലെങ്കിലും അവാർഡിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല, അങ്ങനെ പോയി മേടിക്കുന്നതിനും എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് പറയും. ഉടനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ആ അവാർഡ് പോയി മേടിച്ചാൽ ഇനി ഞാൻ എങ്ങനെയാണ് ഗ്രേസിയുടെയും മോടെയൊക്കെ മുഖത്ത് നോക്കുന്നതെന്ന് ചോദിക്കും. അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ ഞാൻ അവാർഡ് മേടിക്കുന്നത്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നെന്ന് ഉടനെ നയനെ ചോദിക്കും. ആദർശിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവയാനി, നീ പറഞ്ഞാൽ ഇവൾ കേൾക്കത്തില്ലേന്ന്. ഞാൻ പറഞ്ഞു നോക്കി, ഇപ്പം ഇവൾ പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല എന്ന് പറയും. നിനക്ക് ഇങ്ങനെ ഒരു അവാർഡ് അവർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് വേണ്ടെങ്കിൽ അന്നേരം പറയത്തില്ലായിരുന്നു എന്ന് ദേവയാനി ചോദിക്കും. അന്നേരം പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, ആകെ ഞാനങ്ങ് അപ്സെറ്റായിപ്പോയി, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു അവാർഡിനൊന്നും അർഹയല്ല ഞാൻ, എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചതെന്ന് പറയുന്നുണ്ട് നയന. നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ, എന്നെ എൻ്റെ കൂട്ടുകാരിയുടെ മുമ്പിൽ തല കുനിയിപ്പിക്കാൻ വേണ്ടി നീ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് ദേവയാനി. എന്നാൽ ഇതൊന്നും മൈൻഡാതെ തന്നെ നയന അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ സാധാരണ ഞാനോ മുത്തശ്ശനോ വല്ലതും ഒക്കെ പറഞ്ഞാൽ അത് അതേപടി അനുസരിക്കുന്നവളാണ് നയനമോള്, ഇതിപ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്ന് പറയും. അത് മുത്തശ്ശി എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞു നോക്കി, അച്ഛൻ പറഞ്ഞു നോക്കി, എല്ലാവരും പറഞ്ഞു നോക്കിയിട്ട് അവൾ ഇത് മേടിക്കാനായിട്ട് പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. അന്നേരത്തേന് ജലജ പറയുന്നുണ്ട്, എടാ അവളിപ്പം വളർന്ന് വലുതായില്ലേ, നിന്നെക്കാട്ടി വലുതായി, അത് കാരണം ഇനിയിപ്പം നീ പറയുന്നൊന്നും കേൾക്കണ്ടെന്ന് അവൾ തീരുമാനിച്ച് കാണും, ഇനിയിപ്പോൾ അവൾ പതുക്കെ പല അവാർഡുകളൊക്കെ മേടിക്കുമല്ലോ, അപ്പം നീ പറയുന്ന അവാർഡോ നിൻ്റെ അമ്മ കൂട്ടുകാരിയും കൂടെ ഒപ്പിച്ച് കൊടുത്ത അവാർഡോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കാണും എന്ന് ജലജ അങ്ങ് കുത്തി കുത്തി പറയുകയാണ് നയനെ. കണ്ടോണം, ഇനി അവനിൽ നിന്നെയും വേണ്ടെന്ന് പറയുമെന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലെന്ന് എനിക്കറിയാം, അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, പിന്നെ ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുന്നുണ്ട്. അപ്പം ജലജ പറയും, ആ ഗ്രേസിയും മകളും എല്ലാം കൂടെ കൂടി കൊടുക്കുന്ന ഒരു ലോക്കൽ അവാർഡിന് വേണ്ടിയാണ് നിങ്ങളെല്ലാം കൂടെ ഇവളെ നിർബന്ധിക്കാൻ പോകുന്നത്, അവൾക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് അത് മേടിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പം ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, അതൊന്നും ലോക്കൽ അവാർഡൊന്നും അല്ലടി, നല്ല അവാർഡ് തന്നെയാണ്, പിന്നെ ലോക്കൽ നീ മാത്രമേ ഉള്ളൂ ഇവിടെ ലോക്കൽ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. റൂമിലേക്ക് പോകുമ്പോഴത്തേന് ആദർശ് നയനയോട് പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, നിനക്കിപ്പോൾ ആ അവാർഡ് പോയി മേടിച്ചാൽ എന്തായിരുന്നു കുഴപ്പം എന്നൊക്കെ പറയും. ഇല്ല ആദർശേട്ടാ, ഞാൻ പോകത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ഈ അവാർഡ് കിട്ടിയത്, പിന്നെ അത് കാരണം ഞാൻ പോയി അത് മേടിക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറയും. നിനക്കത് നേരത്തെ പറയത്തില്ലായിരുന്നു, അവർ പോസ്റ്ററൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് നയനെ വഴക്ക് പറയുന്നുണ്ട് ആദർശ്. നീ ഇതിന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, പിന്നെ സ്ത്രീകൾ മാത്രമൊക്കെ അല്ലേ വരുന്നുള്ളൂ ആ ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട്, കുട്ടികളും സ്ത്രീകളുമേ കാണത്തുള്ളൂ, നീ പോയി പങ്കെടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മായിയമ്മ വരുമോ ഈ ഫംഗ്ഷൻ കാണാമെന്ന് ചോദിക്കും. ഈ അമ്മയെ എങ്ങനെയാണ് വിളിക്കുന്നത്, ഇനിയിപ്പം ഗ്രേസി ആൻറ്റിയും ആൽമരിയയും കൂടെ വിളിച്ചാൽ ചിലപ്പം വന്നെന്നിരിക്കും, എന്നാലും ഇനി അതെങ്ങനെയാണ് ഞാൻ പറയുന്നത് ചോദിക്കും. എന്നാൽ അമ്മയോട് വരാൻ പറ എന്ന് പറയും. അത് അമ്മ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മുമ്പിൽ തോറ്റു കൊടുത്തൊന്നും ആകുകയില്ലേന്ന്, അപ്പം ഞാൻ തോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ, അമ്മ തോക്കുന്നതിലാണോ ബുദ്ധിമുട്ടെന്നൊക്കെ പറയും നയന. നിനക്കൊരു അവാർഡ് കിട്ടുകയാണെങ്കിൽ ആ അവാർഡ് നമുക്കിവിടെ ഹാളിൽ തന്നെ വെക്കാമെന്ന് പറയുന്നുണ്ട് ആദർശ്. വേണ്ട, ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ അതെടുത്ത് തല്ലിപ്പൊട്ടിക്കുമെന്ന് നയന പറയും. അങ്ങനെയൊന്നുമില്ല, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ എൻ്റെ മരുമോൾ അത്ര നിസ്സാരക്കാരിയല്ലെന്ന് മനസ്സിലാകും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഞങ്ങളുടെ ജുവലറിക്ക് കിട്ടുന്ന ഇതെല്ലാം ഞങ്ങൾ ഓഫീസിലാണ് വെക്കാറുള്ളത്, പക്ഷെ നിനക്ക് നിൻ്റെ കഴിവിനനുസരിച്ച് കിട്ടിയതിന് അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെക്കണമെന്നൊക്കെ പറയും ആദർശ്. അന്നേരം നയന പറയും, വേണ്ട, അത് അമ്മ തല്ലി പൊട്ടിക്കുകയും ചെയ്യും, ചിലപ്പോൾ അത് വെച്ചതിൻ്റെ പേരിൽ നമ്മുടെ തലയും കൂടെ തല്ലി പൊട്ടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നയന പറയും. ഈ പ്രോഗ്രാമിൽ എന്തായാലും അമ്മ പങ്കെടുക്കുകയാണെങ്കിൽ ഞാനും പങ്കെടുക്കാമെന്നുള്ള രീതിയിലാണ് നയന പറയുന്നത്. ഞാൻ നോക്കട്ടെ, അമ്മയോട് പറഞ്ഞു നോക്കാമെന്നുള്ള പരുവത്തിൽ ആദർശം മറുപടി പറയും. അപ്പം വന്നിട്ട് ആദർശം അങ്ങ് പോകുന്നുണ്ട്. അപ്പം നയന മനസ്സിലോർക്കുകയാണ്, അമ്മായിമ്മയും കൊണ്ട് എങ്ങനെ പോയാലും ഈ ഫംഗ്ഷന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.